നമ്മുടെ മറുഭാഗത്തുള്ള സലഫി പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരെ അല്ലെങ്കിൽ അത്തരം ബിദഈ പ്രസ്ഥാനക്കാരുടെ ഒരു സദസ്സിൽ ഹബീബിന്റെ പേര് കേട്ടാൽ ഒരു സ്വലാത്ത് പോലും ചൊല്ലില്ല. അവരെ കണ്ണുകൾ ഈറനണിയില്ല. ഒരു വൈകാരികതയും അവർക്ക് അനുഭവപ്പെടില്ല. നമ്മളും അവരും തമ്മിലുള്ള ഡിഫറൻസ് ഇത് തന്നെയാണ്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഒരുപാട് സലാത്തുകളുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും പോരിശയുള്ള സലാത്താണ് സലാത്തുൽ ഇബ്രാഹിമിയ. അത് മുത്തുനബി ഞങ്ങളോട് പഠിപ്പിച്ച സലാത്താണ്. സഹാബത്ത് ചോദിച്ചല്ലോ, കൈഫ നുസല്ലി അലൈക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സ്വലാത്ത് ചൊല്ലേണ്ടത്? അതാ മുത്തുനബിയുടെ തിരുനാവിൽ നിന്നൊരു സ്വലാത്ത് ഉതിർന്നു വീഴുന്നു. ഖൂലൂ, നിങ്ങൾ പറഞ്ഞോ, اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. എന്റെ പ്രിയപ്പെട്ട ഇവിടെ കൂടിയ ശ്രോതാക്കളോട്, ഈ ശബ്ദം ശ്രവിക്കുന്ന എന്റെ മുഴുവൻ മുസ്ലിമീങ്ങളോടും എന്നോടെന്ന പോലെ ഒരു വസിയത്ത് പറയട്ടെ. നമ്മുടെ ഹബീബായ റസൂലുള്ളാഹിയുടെ പേര് കേൾക്കുമ്പോ നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കോ. എവിടെയാണെങ്കിലും നിങ്ങളത് ചൊല്ലിക്കോ. ഏത് സ്ഥലത്ത് വെച്ചാണെങ്കിലും നിങ്ങൾ റസൂലുള്ളാഹിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കോ. 1-ന് 10 പ്രതിഫലമുള്ള ഇബാദത്താണ്. മൻ സല്ലാ അലയ്യ സ്വലാത്തൻ, ആരെങ്കിലും എനിക്ക് വേണ്ടി ഒരു തവണ ഗുണത്തിന് വേണ്ടി ദുആ ചെയ്താൽ അല്ലാഹു അവന് 10 ഗുണം പ്രതിഫലം നൽകുന്നതാണെന്ന് ആരംഭ റസൂൽ ഹബീബായ റസൂലുള്ള പറയുമ്പോ, സുഹൃത്തുക്കളെ, നമുക്ക് ഒഴിവ് കിട്ടുമ്പോഴൊക്കെ നമ്മൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം.